أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഫതഹുൽ ഖയ്യൂം ക്ലാസ് 2. ഒന്നാമത്തെ ക്ലാസ്സിൽ ബിസ്മിയുടെ മഹത്വം, ഹംദിൻ്റെ 4 രൂപങ്ങൾ, സ്വലാത്ത്, സലാം എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിഷയത്തിലേക്ക് അല്പാൽപം കടന്നു ചെല്ലാൻ പോവുകയാണ്. ഇൽമ് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മര്യാദകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബഅദു ഖാല അബ്ദുൽ മുവഫഖു മുൻതഖബുൻ വാലിദുൽ മുവഫഖു. വബഅദു ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നിവയ്ക്കു ശേഷം ഖാല പറയുന്നു, അബ്ദുഹു അല്ലാഹുവിൻ്റെ അടിമ പറയുന്നു. എന്തെന്ത്? അൽ മുവഫഖു, മുവഫഖ് എന്നവർ പറയുന്നു. മുവഫഖ് എന്നുള്ളത് മുസന്നിഫിൻ്റെ സ്ഥാനപ്പേരാണ്. അതായത് മുൻതഖബുൻ, മുൻതഖബ് എന്ന മഹാൻ പറയുന്നു. മുൻതഖബ് എന്നുള്ളതാണ് നേരെ പേര്. വാലിദുഹു, അദ്ദേഹത്തിൻ്റെ പിതാവാകുന്നത് അൽ മുഅഫഖു, മുഅഫഖു എന്നുള്ളവരാണ്. അങ്ങനെ ഒരർത്ഥം വെക്കാം. അല്ലെങ്കിൽ വാലിദുഹു, അദ്ദേഹത്തിൻ്റെ പിതാവാകുന്നത് അൽ മുഅഫഖു, തൗഫീഖ് കിട്ടിയ ആളാണ്. വളരെ വലിയ തൗഫീഖ് കിട്ടിയ മഹാപണ്ഡിതനാണ്. യാ ത്വാലിബൽ ഇൽമി റഫീഅദ്ദാബി തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബി. യാ ത്വാലിബൽ ഇൽമി, ഇൽമിനെ തേടുന്നവനെ, വിദ്യാർത്ഥിയെ, ഇൽമ് പഠിക്കുന്നവനെ. റഫീഅദ്ദാബി, എങ്ങനത്തെ ഇൽമാണ്? റഫീഅദ്ദാബി, സ്ഥാനം ഉയർന്നതായ. ദാബ്, ദഅബ്, ഷഅന്. അപ്പോ സ്ഥാനം ഉയർന്നതായ, ഏറ്റവും സ്ഥാനമുള്ളത് ഇൽമിനാണല്ലോ. അപ്പോൾ ആ ഇൽമ് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിയെ, സ്ഥാനം നല്ല ഉയർന്ന, വളരെയധികം മഹത്വമുള്ള ഇൽമിൻ്റെ സ്ഥാനം അത്രയും ഉയർന്നതാണ്. അങ്ങനത്തെ ഇൽമ് കരസ്ഥമാക്കുന്നവനെ തഅല്ലം, നീ പഠിക്കണം. അൽ ഇൽമ, ഇൽമിനെ. ബിദി, ഇതുകൊണ്ട്. ബിദി ഇഷാറത്ത്, ബിദി ഇതുകൊണ്ട്. ഏതുകൊണ്ട്? അൽ ആദാബി, വരാൻ പോകുന്നതായ മര്യാദകളെ കുറിച്ചുകൊണ്ട്. അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് നീ ഇൽമിനെ പഠിക്കണം. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫതഹിരിൽ ഖൽബ വസഹിഹ് നിയ്യ വഅബ്ഇ ബിൽ അസ്ബാബി ലാ ബിൽ മുൻയാ. ഫതഹിർ, അപ്പൊ നീ തൊഹിർ, നീ ശുദ്ധിയാക്കിക്കോ. അൽ ഖൽബ, നിന്റെ ഹൃദയത്തിനെ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നിന്റെ ഹൃദയത്തിനെ നീ ആദ്യം ശുദ്ധീകരിച്ചോ. അപ്പൊ ശുദ്ധമായ ഹൃദയം, ഒരു കളങ്കവുമില്ലാതെ അല്ലാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടി എല്ലാ മാലിന്യങ്ങളും, എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമായ രീതിയിൽ നിന്റെ ഹൃദയത്തിനെ ശുദ്ധിയാക്കിക്കോ. വസഹിഹ്, നീ നന്നാക്കിക്കോ. നീയത്തൻ, നീയത്തിനെ. അപ്പൊ നീയത്ത് എന്ത് ചെയ്യാ? നന്നാക്കാം. നല്ല നീയത്ത് വേണം. ദുനിയവിയായ ഒരു ഉദ്ദേശവും ഇൽമു പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട്. അള്ളാഹു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതെല്ലാം അതിൻ്റെ മുറ പോലെ വ്യക്തമായി ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൽമ്, അറിവ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് പറഞ്ഞു തന്നതായ ആ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും, എല്ലാ ഇബാദത്തുകളും, അതിൻ്റെ എല്ലാം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇൽമ വേണം, അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൽമ പഠിക്കുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ട് എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ള ഒരു നീയത്ത് കൊണ്ട് മാത്രമേ പരിശുദ്ധമായ ഈ ഇൽമ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇൽമിൻ്റെ വഴിയിൽ പോകാൻ പാടുകയുള്ളൂ. അതല്ലാതെ ദുനിയവിയായ ഒരു മോഹം, ആളുകളുടെ ഇടയിൽ ഒരുപാട് സ്ഥാനങ്ങൾ വേണം എന്നുള്ള ഒരു നീയത്ത് കൊണ്ട്, എന്ന് വിചാരിച്ചുകൊണ്ട് ആരും തന്നെ ഇൽമ പഠിക്കാൻ പാടില്ല. അപ്പോൾ ആദ്യമായി പറഞ്ഞത് ഹൃദയം ശുദ്ധീകരിക്കുക, നീയത്ത് നന്നാക്കുക. പിന്നെയോ വഅബ്ഇ ബിൽ അസ്ബാബി ലാ ബിൽ മുൻയാ, വഅബ്ഇ നീ തേടിപ്പിച്ചോ, നിന്റെ ശരീരത്തിനെ നീ തേടിപ്പിച്ചോ, ബിൽ അസ്ബാബി ആ ഇൽമു പഠിക്കാനുള്ള കാരണങ്ങൾ കൊണ്ട് നീ തേടിപ്പിച്ചോ. അപ്പൊ ഇൽമു പഠിക്കണമെങ്കിൽ എന്തു വേണം? ആ ഇൽമു കരസ്ഥമാക്കാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതെല്ലാം നീ തേടിപ്പിടിച്ചോ. ഇൽമു പഠിക്കണമെങ്കിൽ എന്തു വേണം? ഉസ്താദുമാരുമായി ബന്ധമുണ്ടാവണം, ഉസ്താദുമാരുടെ കീഴിൽ നമ്മൾ പോകണം, കിതാബുകൾ നമ്മൾ പഠിക്കണം, വീണ്ടും വീണ്ടും പഠിക്കണം, കിതാബുകൾ വീണ്ടും വീണ്ടും പഠിച്ച് പഠിച്ച് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എഴുതി വെക്കണം. അങ്ങനെ വീണ്ടും പഠിച്ച് പഠിച്ച് എല്ലാ വഴികളും ഇൽമിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ ഉസ്താദുമാരെ ബഹുമാനിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാമായ നമ്മുടെ മുതിർന്നവർ, നമ്മുടെ കാരണവന്മാർ, നമുക്ക് പ്രായമുള്ള ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് ആ ഇൽമിൻ്റെ വഴിയിൽ നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടി ഇൽമിൻ്റെ വഴിയിൽ നമ്മൾ പോകണം. എപ്പോഴും നമ്മൾ എന്ത് വേണം? നമ്മുടെ ഒളു ഉണ്ടായിരിക്കണം, അതുപോലെ ഹൃദയം ശുദ്ധമായിരിക്കണം. അങ്ങനെ ഇൽമിൻ്റെ വഴികൾ നമ്മൾ കരസ്ഥമാക്കാൻ ഇൽമിൻ്റെ വഴിയുമായി നമ്മൾ